ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെയും കറണ്ട് ഫീലിങ്ങും നിങ്ങളുടെ പേഴ്സൻ്റെ തേർഡ് പാർട്ടിയുമായിട്ടുള്ള കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാനാണ്. അതായത് നിങ്ങളെ തമ്മിൽ വേർപിരിക്കുന്ന ഏതെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എങ്കിൽ അവരുടെ കറണ്ട് ഫീലിങ്ങും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാനാണ്. ആദ്യം നമുക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷനും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള കറണ്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ കറണ്ട് ഫീലിംഗ് ഇപ്പോൾ എന്താണെന്ന് നോക്കാം. ഇനി ഒരു കാര്യം പ്രത്യേകം പറയാം, നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇല്ല എങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു റീഡിംഗ് കാണേണ്ട ആവശ്യമില്ല. കാരണം വെറുതെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇല്ലാതെ ഈ വീഡിയോ കണ്ടിട്ട് പിന്നെ പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇല്ലാത്ത ആൾക്കാർ ഈ ഒരു വീഡിയോ കാണേണ്ടതില്ല. ഉള്ള ആൾക്കാർ മാത്രം ഇവിടെ പറയുന്ന എനർജി നിങ്ങൾക്ക് റെസൊണേറ്റ് ആകുന്നോ എന്ന് മാത്രം നോക്കുക. ഇവിടെ ഫസ്റ്റ് കാർഡ് പറയുന്നത്, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് ഉള്ളത് എങ്കിൽ ഭയങ്കരമായിട്ട് അവർ ഗിൽറ്റ് അനുഭവിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് അവർക്ക് പശ്ചാത്താപമുണ്ട്. ഇവിടെ ഇവർ സഫറിങ് അനുഭവിക്കുകയാണ്. ഏതോ ഒരു സിറ്റുവേഷനിൽ പൂർണ്ണമായും ട്രാപ്പ്ഡായ അവസ്ഥയിലാണ്, സ്റ്റക്കായിട്ടുള്ള അവസ്ഥയിലാണ് ഇവർ ഉള്ളത്. ഇവർക്കൊരിക്കലും ഈ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുവാൻ താല്പര്യമില്ല. ഇവിടെ കൂടുതൽ ആൾക്കാരുടെ ലൈഫിൽ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അവരുടെ പേരൻസ് ആയിരിക്കാം, ഇല്ല എങ്കിൽ അവരുടെ ഹസ്ബൻഡോ വൈഫോ ആയിരിക്കാം ഇവിടെ തേർഡ് പാർട്ടി ആയിട്ട് വന്നിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ചില ആൾക്കാർക്ക് ഇവിടെ എക്സ്ട്രാ മെരിറ്റൽ ആയിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു അഫെയർ. ചില ആൾക്കാർക്ക് സിംഗിൾ ആണ് എങ്കിൽ അവരുടെ ഫാമിലി ഇഷ്യൂ ആണ് ഇവിടെ തേർഡ് പാർട്ടി ആയിട്ട് വന്നിരിക്കുന്നത്. ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളെ മനഃപൂർവ്വമായിട്ട് ചീറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് അവരുടെ ലൈഫിൽ അവർ വേറെ ആരെയോ തേർഡ് പാർട്ടി ആയിട്ട് വച്ചിട്ടുണ്ട്. അത് അതർ വുമണോ അതർ മെന്നോ ആയിരിക്കാം. കാരണം നിങ്ങളെ ചീറ്റ് ചെയ്യുന്ന രീതിയിൽ അവർ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മദർ ഇഷ്യൂവും തേർഡ് പാർട്ടി ആയിട്ട് വന്നിട്ടുണ്ട്. ചില ആൾക്കാരുടെ ലൈഫിൽ മദറാണ് ഇഷ്യൂ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കിടയിൽ. അപ്പോൾ മദറിൻ്റെ ആ ഒരു എനർജി ഇവിടെ വന്നിട്ടുണ്ട് തേർഡ് പാർട്ടി ആയിട്ട്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് വരണമെന്നാണ് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത്. കാരണം അവർക്ക് ഈ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുവാൻ താല്പര്യമില്ല. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഏത് തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണെങ്കിലും ഇവർക്ക് പശ്ചാത്താപമുണ്ട്, ഗിൽറ്റ് അനുഭവിക്കുകയാണ്. കാരണം ഇവർ ചെയ്ത തെറ്റ് ആലോചിച്ച് പശ്ചാത്തപിക്കുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഇവർ തെറ്റായ സ്ഥലത്താണ് കൂടുതലായിട്ട് വന്ന് പെട്ടുപോയിരിക്കുന്നത്. ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി എന്നുള്ള ആ ഒരു റിയലൈസേഷൻ ഇവർക്ക് ഉണ്ടായി. ഇവിടെ കൂടുതൽ ആൾക്കാരുടെയും പേഴ്സൺ ജഗ്ലിംഗ് സിറ്റുവേഷൻ അനുഭവിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഇവർ ജസ്റ്റ് ഗോ വിത്ത് ഫ്ലോയിലാണ് ചില ആൾക്കാരുടെ പേഴ്സൺ. അതായത് വരുന്നത് പോലെ വരട്ടെ എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഗോ വിത്ത് ഫ്ലോയിൽ ചില ആൾക്കാരുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് പശ്ചാത്തപിക്കുന്നു. എങ്ങനെയെങ്കിലും ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് വരണം എന്നുള്ള രീതിയിൽ. വരാൻ പോകുന്ന സമയം ഒരു ആക്ഷൻ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ആ ഒരു കാര്യത്തിൽ. പക്ഷേ ഇവരുടെ എനർജി വളരെ ലോ ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ തേർഡ് പാർട്ടി ഭയങ്കരമായിട്ട് ഡൊമിനേറ്റിങ്ങും കൺട്രോളിങ്ങുമായിട്ടുള്ള ഒരു പേഴ്സണാണ്. ഭയങ്കരമായിട്ട് ഇവരെ കൺട്രോൾ ചെയ്ത് വച്ചേക്കാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ഭയങ്കരമായിട്ട് സഫറിങ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പുറത്ത് വരണം എന്നുള്ള രീതിയിൽ ഇവിടെ ചില കാർമിക് സൈക്കിളും ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനുമായിട്ട് പാസ്റ്റ് ലൈഫ് കർമ്മ അസോസിയേറ്റഡ് ആയിട്ടുണ്ട്. അത് കാരണം അതെല്ലാം ഫേസ് ചെയ്യാതെ ഇവർക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷനെ റിലീസ് ചെയ്യുവാൻ സാധിക്കുകയില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർ ട്രാപ്ഡാണ്, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഉള്ളത്. കാരണം ഇവർ ചെയ്ത തെറ്റിൻ്റെ ഫലമായിരിക്കാം ഇവർ ഇപ്പോൾ അനുഭവിക്കുന്നത്. പക്ഷേ അങ്ങനെ ഇരുന്ന് സഫറിങ് അനുഭവിക്കുമ്പോഴും നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം ഉണ്ടാകണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. എങ്ങനെയെങ്കിലും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷന് പുറത്തു വന്ന് നിങ്ങളുടെ കൂടെ ജീവിക്കണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഒട്ടും തന്നെ സന്തോഷമായിട്ടല്ല ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം നമുക്ക്. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി വളരെ റൊമാൻറ്റിക് ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവർ വളരെയധികം പാഷനേറ്റീവാണ്. നിങ്ങളുമായിട്ട് ദൂരത്തിലിരിക്കുവാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തെത്തണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇവർക്ക് തോന്നുന്നത് നിങ്ങൾ ഭയങ്കര കെയറിങ് ആണ്, നിങ്ങളുടെ കൂടെ മാത്രമേ ഇവർക്ക് സ്റ്റേബിൾ ആവാൻ സാധിക്കുകയുള്ളൂ എന്നാണ്.
നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളോട് മെസ്സേജ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളെ കാണുവാൻ ആഗ്രഹിക്കുന്നു, എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു ഇവർ. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ദൂരെയാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് റിട്ടേൺ വരുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് എങ്കിൽ നിങ്ങളോട് സംസാരിക്കുവാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു. നിങ്ങളിൽ പല ആൾക്കാരും തമ്മിൽ ഒത്തിരി ഡിസ്റ്റൻസ് ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് എൻഡ് ആക്കുവാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പല ആൾക്കാരുടെയും പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട് ഇമോഷണലായിട്ട് വിഡ്രോ ചെയ്തിട്ട് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുവാനുള്ള ചാൻസ് ഉള്ളതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് തേർഡ് പാർട്ടിയെക്കുറിച്ച് നിങ്ങളോട് മെസ്സേജിലൂടെ പറയും, തേർഡ് പാർട്ടി ഇങ്ങനെയുള്ള ആളായിരുന്നു, എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഈ തേർഡ് പാർട്ടിയുമായിട്ട് എല്ലാം അവസാനിപ്പിച്ച് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് നിങ്ങളോട് വിഷമം പറയുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ 8ഉം 5ഉം നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി വളരെ റൊമാൻറ്റിക്കാണ്, പാഷനേറ്റീവാണ്, നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കോളോ മെസ്സേജോ ചെയ്യുവാൻ ഇവർ ആഗ്രഹിക്കുന്നു. അപ്പോൾ വരാൻ പോകുന്ന 8 അവർ അല്ലെങ്കിൽ 5 അവേഴ്സിനുള്ളിൽ നിങ്ങളിൽ പല ആൾക്കാർക്കും അവരുടെ ഭാഗത്തുനിന്ന് ഒരു ജസ്റ്റിസ് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. എന്തെങ്കിലും രീതിയിലുള്ള കോളോ മെസ്സേജോ അവരുടെ ഭാഗത്തുനിന്ന് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒത്തിരി സ്പൈ ചെയ്യുന്നുണ്ട്. ഈ ഒരു ബന്ധത്തിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ പേഴ്സൺ വരണമെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന ബന്ധം, ആ ഒരു ബന്ധം അവസാനിപ്പിച്ചാൽ മാത്രമേ നിങ്ങളുമായിട്ട് ഇവർക്ക് ഒന്നാവാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ആ ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുവാൻ തയ്യാറായിട്ടാണ് ഇരിക്കുന്നത്. കാരണം ഒരു ശരിയായ ഒരു ടൈമിനാണ് ഇവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ആരുടെയും ഒരു പുഷിങ്ങോ ഒരു കൺട്രോളിങ്ങോ മാനിപ്പുലേറ്റിങ്ങോ ഒന്നും തന്നെ ഇല്ലാതെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻ ഇവർ എടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്പർ 8ഉം 5ഉം ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തമ്മിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എങ്കിൽ മാക്സിമം 8 ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൻ്റെ കോളോ മെസ്സേജോ അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മിനിമം 5 ഡേയ്സ് അല്ലെങ്കിൽ മാക്സിമം 8 ഡേയ്സ്. ചില ആൾക്കാർക്ക് ലക്കി വണ്ണായിട്ടുള്ള ആൾക്കാർക്ക് 8 അവേഴ്സിനുള്ളിൽ, അതായത് ഇന്ന് തന്നെ ഒരു റീഡിംഗ് കണ്ടതിന് ശേഷം 8 അവേഴ്സിനുള്ളിൽ അല്ലെങ്കിൽ 5 അവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് റീഡിംഗ് റെസൊണേറ്റ് ആകുന്നതാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വന്നാലും എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയത്തില്ല. ഇതിപ്പോൾ തേർഡ് പാർട്ടിയുമായിട്ടുള്ള പ്രശ്നം കാരണമാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാതിരുന്നത്. പക്ഷേ ഇവർ ആ ഒരു കാര്യം പറയാതെ ഹൈഡാക്കി വെച്ചിട്ട് ഇവരുടെ ജോബ് സംബന്ധമായ ഇഷ്യൂ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ അത് പറയും നിങ്ങളോട്. യഥാർത്ഥ കാരണം ഇവർ നിങ്ങളോട് പറയത്തില്ല. ചില ഇമോഷൻസും ഇവർ നിങ്ങളോട് ഹൈഡാക്കി വയ്ക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇവരുടെ ആ ഒരു സംസാര രീതി അനുസരിച്ച് ഇവർ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ സന്തോഷമായിട്ടാണോ ഇരുന്നത് അല്ലയോ എന്ന്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.